എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് സജികുമാറാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ഡസ് പൈ ജോബ് വർക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് പൈ ജോബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഹൗ ക്യാൻ പൈ ജോബ് ഡിഫറൻഷിയേറ്റ് ഫ്രം നോർമൽ ജോബ് പ്ലാറ്റ്ഫോം? ഇഷ്ടംപോലെ തരത്തിലുള്ള ജോബ് പ്ലാറ്റ്ഫോം നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഈ ജോബ് പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഇങ്ങനെയാണ് പൈ ജോബ്സ് കാണുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതെങ്കിലും ഒരു ജോബ് പോർട്ടലിൽ നമ്മൾ ഒരു ജോബ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതോടെ തന്നെ ആ ജോബ് വെരിഫൈഡ് ആണോ എന്നും കൂടി നമുക്ക് അറിയാനുള്ള മാർഗവും ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, പൈ ജോബ്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയർ ജോബ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമ്മൾ ഹ്യൂമനൈസ്ഡ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നു. AI ഇല്ല, അതിൻ്റെ ഹ്യൂമൻ ആയിട്ട് തന്നെ ഈ ജോബ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, ഈ എംപ്ലോയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, ആ എംപ്ലോയറുടെ ടേൺ ഓവർ എന്താണ്, അവിടെ എത്ര സ്റ്റാഫ് വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിലുള്ള എല്ലാം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ടാണ് ഒരു എംപ്ലോയർ നമ്മുടെ പോർട്ടലിൽ ജോബ് പോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഒരു ജോബ് പോസ്റ്റ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ് എല്ലാവരും MEA സർട്ടിഫൈഡ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ് ആണ്. MEA എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസിന്റെ ജോബ്സ് ആണ് നമ്മൾ പൈ ജോബ്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ജോബ്സ് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോസ്റ്റ് ചെയ്യാറേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴും പറയുന്നു, നമ്മൾ കൊടുക്കുന്ന ഒരു ജോബ് ഗ്യാരണ്ടി അല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ സ്കില്ലിന് അനുസരിച്ച് മാച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. See you in our next video.